ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിലൊന്ന് വിരുന്നൊക്കെ പോയി വന്ന് വായക്കാട് വരെയൊക്കെ ഒന്ന് പോയി വന്നിട്ട് വോട്ട് ചെയ്യാൻ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനും വോട്ട് ചെയ്യാൻ പോയി വോട്ടൊക്കെ ചെയ്ത് പിന്നെ അവിടെ ഒരു കുടിരിക്കലൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ കൂടിക്കാണ്ട് 2 ദിവസം അവിടെ നിന്നിക്കാണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ നിൽക്കണമെന്ന് തന്നെ വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി ഇട്ടതാണ് അവസാനമായിട്ട്. അത് തിന്ന് അന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് അപ്പം പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ എത്തി. ഇവിടെ എത്തിയപ്പോൾ ഇന്നലെ പണിക്കാരൊന്നുമില്ല, ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനം കുടുക്കിയും ചട്ടിയൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. ഓലിന്ന് അടുക്കളയിലാട്ടോ. അടുക്കളയിലായപ്പോൾ അപ്പുറത്തൊക്കെ ഏകദേശം തീർന്ന്. അപ്പോൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ കുടുക്കിയും ചട്ടിയും പാത്രമൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന മുറ്റത്തു നിന്നാണ്. ഫുള്ളും അലങ്കോലായി കിടക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ചോറ് ഇപ്പം ഉണ്ടാക്കിയതായിട്ട് നേരം വെളുത്തേരം ഉണ്ടാക്കിയ അടുപ്പാട്ടോ. 2 കല്ലിനട വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ടിക്കണം കേട്ടോ. ചോറിനുള്ള അരി ഇട്ടിക്കണം. ഇന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ പണിക്ക്. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിനതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊക്കെ കേട്ടോ. ഇപ്പോൾ ദോശ ഉണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. അങ്ങനെ ചിലപ്പോൾ ഞാൻ എന്താവുമെന്ന് അറിയില്ല. മുറ്റത്തേക്കൊക്കെ വലിച്ചിട്ടിക്കാണ്ടേ ഫുള്ളും പരങ്കോലായി കിടക്കട്ടോ. ഇവിടെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ നേനിട്ടോ. ആദ്യം അലമാരി സാധനമൊക്കെ നമ്മൾ ഒഴിച്ചു കേട്ടോ. ഈ റൂമിലും അടുക്കളയിലൊക്കെ സാധനം ഇനി അതൊന്നും അന്ന് നമ്മൾ ഒഴിച്ചില്ല. ഇനി അവിടേക്ക് പണിക്ക് വരുമ്പോൾ ഒഴിച്ചാന്ന് പറഞ്ഞാൽ. അപ്പം ഇന്നലെ രാത്രി കലിയിൽ വന്നിന് കേട്ടോ. അപ്പോൾ കലിയിലും ഞാനും ഉമ്മയൊക്കെ കൂടിക്കാണ്ട് ഫുള്ള് സാധനമൊക്കെ ഒഴിച്ചിട്ടോ. പുരുന്ന് പണിയൊക്കെ തുടങ്ങിയിരിക്കണം. അപ്പം നമ്മൾ ഫ്രിഡ്ജിനൊക്കെ എടുത്ത് ഡൈനിങ് ഹാളൊക്കെ ഇട്ടേക്കാം കേട്ടോ. കട്ടിലിൻ്റെയൊക്കെ അപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പണിക്കാരായതുകൊണ്ട് അതിൽ പോകാമെന്ന് വെച്ചാൽ പിന്നെ അതുമല്ല ഫോണിൽ ചാർജും ഇല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഗ്യാസ് കിട്ടാത്തതിനോടാട്ടോ പ്രശ്നമില്ല. അപ്പോൾ ഒക്കെ ഗ്യാസ് മുതൽ തന്നെ ആക്കിയാൽ മതി ഇനി. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തതിനോടാണ് ഇപ്പോൾ പ്രശ്നം കേട്ടോ. വിരുന്നാരും ഉണ്ട് കേട്ടോ. പൊണ്ണൂൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. ഓല് ഞങ്ങൾ വന്ന അന്ന് ഓലും വന്നിക്കണം കേട്ടോ. മോളും മോനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പാടപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഫുള്ള് മുറ്റത്ത് തന്നെ ഇനി ഫുള്ള് മുറ്റത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കാണിച്ചു ഇന്നത്തെ വിശേഷം നമ്മൾ മുറ്റത്തേക്ക് ചട്ടിയും കുടിക്കൊക്കെ എടുത്ത് ഇറങ്ങിയ വിശേഷം കേട്ടോ. ഫുള്ള് പാത്രമൊക്കെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇട്ടിട്ട് ഇനി അതൊക്കെ കേക്കിയിട്ട് വേണം നമുക്ക് ഔത്തിക്കിടാം. അടുക്കളയിൽ കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ പണി. കുറച്ച് ദിവസം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അതിൻ്റെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ടൈലൊക്കെ പൊട്ടിയിരിക്കണം. അപ്പോൾ അതൊക്കെ മാറ്റാണ്ട് അടുപ്പൊക്കെ അടുപ്പിൻ്റെ ഇരുമ്പിൻ്റെ സംഭവമില്ല അതൊക്കെ പൊട്ടിയിരിക്കണം. അപ്പോൾ അതൊക്കെ മാറ്റാണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ ഒരു റൂമും കൂടി ഉണ്ട്. ഞാൻ അന്ന് കാണിച്ചു തന്നീനല്ലോ. ഒരു റൂമും അടുക്കളയെന്ന് ബാക്കിയാക്കിയതേനി. അപ്പോൾ ആ റൂമും ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളൊരു ചകപുകയാണ് മുറ്റത്തിറങ്ങിയിട്ട്. സകലമായ അടുക്കളയിലത്തെ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്ന് ഈ റൂമിൽ കിട്ടി. ഈ റൂമിൽ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇവിടെയൊക്കെ ഫുൾ പണിയും കഴിഞ്ഞാണ്. അപ്പോൾ എല്ലാ സാധനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ജ്യൂസ് ഗ്ലാസ്സൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവച്ചാൽ പൊട്ടണേനെ. അപ്പം എല്ലാ സാധനവും നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കൊണ്ടുവന്നിട്ട് ആ റൂമത്തെ കട്ടിലിനെയും ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഡ്രസ്സും സാധനമൊക്കെ അതുകൊണ്ട് കേട്ടോ. ഫ്രിഡ്ജ് അടുക്കളയിലാണ് കേട്ടോ. ഫ്രിഡ്ജിനെ അടുക്കളയിലാണ് കൊണ്ടുവച്ചത്. അടുക്കളയിലൂടെ പണി ഇട്ടുകൊണ്ടിരിക്കട്ടെ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്നലെ ഞങ്ങൾ ഒഴിച്ചു കേട്ടോ. സാധനമൊക്കെ ഒഴിച്ചപ്പോൾ അടുക്കള അങ്ങോട്ട് വലുതായ പോലെ തോന്നട്ടെ. അമ്മനോട് ഫ്രിഡ്ജൊക്കെ അങ്ങോട്ട് പോയപ്പോൾ അടുക്കള വലുതായ പോലെ ഉണ്ട് എന്ന് അമ്മനോട് ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ നല്ല രസം വെയിലിങ്ങനെ കുത്തിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പരിപാടികൾ. ഫോണിൽ തീരെ ചാർജില്ല. അപ്പോൾ ഞാൻ ഫോണിനൊക്കെ കുത്തിവെച്ച് കുറച്ച് ചാർജൊക്കെ ആക്കട്ടെ. ഞാൻ ആ റൂമിൽ കൊണ്ടുപോയി കുത്തിന്. അപ്പോൾ ഓല് അതെടുത്തിട്ട് കണ്ട് പോലെ സാധനം കൊണ്ടുപോയി കുത്തിക്കത്. അത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ചെന്ന് നോക്കുമ്പോണ്ടോ എൻ്റെ ഫോൺ എപ്പോഴോ ഉരുട്ടണം. കുത്തിയപ്പന്നെ ഉരുട്ടണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോണൊക്കെ കുത്തിവെച്ച് ചാർജാക്കട്ടെ. ഇത് ഫുള്ള് പുറത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഇച്ച് തോന്നുന്നത് മുഴുവൻ പുറത്തായിരിക്കും. അകത്തേക്ക് കയറിയിട്ടേ അല്ല കേട്ടോ. അകത്ത് അടുക്കളയിൽ പണിയായതുകൊണ്ട് കയറാനും കഴിയണില്ല. പിന്നെ സാധനം ഫുള്ള് നമ്മളത് പുറത്താണല്ലോ. അപ്പം നമ്മൾ പുറത്തായിട്ട് ആകെ ചൂടോട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. നല്ല ചൂട്. പിന്നെ നമ്മളിവിടെ ഷീറ്റും കൂടി കെട്ടിയതിനോട് അധികം ചൂട് കിട്ടും. പിന്നെ ഉള്ളത് കൊണ്ടുപോകണം പോലെ എന്നാണല്ലോ. അപ്പം നമ്മൾ ഉള്ളതിനോട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ച് ദിവസമല്ലേ. അപ്പോൾ കൂട്ടാനുകളൊക്കെ ആയതുകൊണ്ട് കേട്ടോ. ചൂടുകൊണ്ടാണെങ്കിൽ എത്ര കഴിയില്ല. ഭയങ്കര ചൂട്. പിന്നെ അടുപ്പത്ത് ഇങ്ങനെ ഇരിക്കല്ലേ നമ്മൾ. അടുപ്പ് നിലത്ത് കൂടി പുകയില്ല. അടുപ്പല്ലല്ലോ. പുക മുഴുവൻ മൂക്കും. ഞാൻ അമ്മാനോട് അറിയാം പഴയ കാലത്ത് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടുന്നു ഫുഡിന് എന്നൊക്കെ പറയുന്നു. ഇപ്പം അമ്മാനോട്
കാരണം പണ്ട് അങ്ങനെ തന്നെയല്ലോ, ഗ്യാസും ഇതൊന്നും ഇല്ലല്ലോ, പുകയില്ല അടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ അടുപ്പിൽ തന്നെ എല്ലാം ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ. ഗ്യാസൊക്കെ ഇവിടെ ഉണ്ട്, ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഗ്യാസില്ല ഇല്ലമ്മ, ബുക്ക് എന്നോ ചെയ്തതിന് കിട്ടിയില്ല കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ വരട്ടി വെച്ചതാട്ടോ, അടുപ്പത്ത് ഉണ്ടാക്കിയതാണ്. അതേപോലെ ഇതാ പപ്പടം പൊരിക്കാൻ പോവാണെന്ന് വെച്ച് അതാ 2 ഇടുന്നുണ്ട്. പിന്നെ കറി പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി കേട്ടോ, സാമ്പാറല്ലേണോ ഇല്ലമ്മ, അങ്ങനെ ഇട്ടിട്ടുള്ളൊരു കറി. ചട്ടിൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ, ചട്ടിനൊക്കെ ഞാൻ തേച്ച് കെട്ടി വെളുപ്പിച്ചെടുക്കണം. കുടുക്കിയും ചട്ടിയൊക്കെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കറി പിടിച്ചിട്ടുണ്ടാവും. ഉമ്മച്ചി പപ്പടം പൊരിക്കാട്ടോ, ചോറ് കൊടുക്കാൻ സമയമായോണ്ട് നിൽക്കാണ്. പിന്നെ എന്താ ഇപ്പോൾ പറയാൻ വിചാരിച്ചിന്, ആ കറി തൂമിച്ചാണ്ടില്ലമ്മ, തൂമിച്ചില്ലല്ലോ. സാധനങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ അതൊക്കെ കേൾക്കാനുള്ള പാത്രങ്ങളാട്ടോ, അത് ഫുള്ള് കേൾക്കണം. ഞൊക്കെപ്പാടെ ഒന്നിച്ചാട് കേൾക്കുക വിചാരിച്ചാണ്ട് അവിടെ ഇട്ടതാട്ടോ. ഇതിലൊക്കെ ഫുള്ളും ഇങ്ങനെ ആക്കിയിട്ടതൊക്കെ കേട്ടോ. ഒരു കട്ടിൽ മാത്രമേ നമ്മളവിടെ റൂമിലിട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുറ്റത്താണ്. അത് ഈ റൂമിലുണ്ടായിരുന്നതാട്ടോ, ബാക്കിയൊക്കെ നമ്മളത് മുറ്റത്താണ്. അപ്പോൾ ഞാൻ അമ്മനോട് ഈ കട്ടിലിനെ നിർത്തി വെക്കുക, ഇവിടെ വില കളിയുണ്ട്, അപ്പുറത്തേക്കൊന്നും അവർക്ക് പോകാൻ വെച്ചല്ലോ. അവിടെയൊക്കെ സാധനം കേട്ടോ, ടൈലും സിമെൻറ്റും സാധനമൊക്കെ ആയിട്ട് അതിൽ പോകാൻ വെച്ച. അപ്പോൾ ഫുള്ള് ഇവിടെയാണ്. പിന്നെ അത് അവർക്ക് ചോറ് എടുക്കാനായപ്പോൾ പിന്നെ അവർക്ക് ചോറ് കൊടുക്കാനുള്ള പാത്രങ്ങൾ കഴുകുക കേട്ടോ, ബാക്കിയൊന്നും കഴുകിയിട്ടില്ല. ചോറ് കൊടുക്കാനുള്ള കറിയും ചോറൊക്കെ എടുക്കാനുള്ള പാത്രങ്ങൾ കഴുകുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുമ്പിട്ട് നിന്നിക്കാണ്ടായിട്ട് കേൾക്കുന്നത്. ആദ്യം കുറേ മുന്നേ എൻ്റെ അവിടെ ഇങ്ങനെ തന്നെ എനിക്ക് കേൾക്കൽ കേട്ടോ, പൈപ്പങ്ങ ഇരുന്നാണ്ട്. പിന്നെ എൻ്റെ കല്യാണത്തിനൊക്കെയാണ് സിങ്കും പൈപ്പൊക്കെ വന്നത്. അതുവരെ ഇങ്ങനെ തന്നെ കേട്ടോ കേൾക്കൽ. പക്ഷേ ഇമ്മേനെ ഇനി അധികം കേൾക്കില്ല, നമ്മളാരും കേൾക്കി കൊടുക്കൂല. ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊക്കെ കേൾക്കാൻ മടിയേനി. എന്നിട്ട് അമ്മനോട് ഇങ്ങനെ പറയുന്നത് എന്നാണാവോ നമുക്കതൊക്കെ ആവുകയെന്ന് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെയൊക്കെ കേൾക്കിയപ്പോൾ എന്തോ ഒരു പോലെ തോന്നട്ടോ, അങ്ങനെ പാത്രമൊക്കെ കേൾക്കി കേട്ടോ. ചോറുന്നലൊക്കെ കഴിഞ്ഞ് ലമ്മച്ചേ കൂട്ടത്തിൽ ഞങ്ങളും തിന്നു കേട്ടോ, ഓർക്ക് കൊടുത്ത പാടന്നെ ഞങ്ങളും തിന്ന്. ഇവിടെ ഈ ഭാഗത്ത് തീരെ നിൽക്കാൻ കഴിയില്ലട്ടോ, ഈ മതിലിൻ്റെ ചൂടും അല്ലെങ്കിലേ ചൂടാണ്. ഒരു കാറ്റ്, മതിൽ ഇവിടെ ഉണ്ടായിട്ടൊരു കാറ്റ് ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ അവത്തേക്ക് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം പാത്രം മുറിയൊക്കെ എത്തി. അപ്പോൾ വേഗം ചോറൊക്കെ തിന്നിട്ട് പാത്രം മുറി പോവാട്ടോ. ഇങ്ങനെയൊന്നും പാത്രം മുറി അമ്മക്ക് ചെയ്യലില്ല, പക്ഷേ എൻ്റെ അമ്മ കുറേ കാലം ഇങ്ങനെയാണ് കേട്ടോ മോറല്. ഇപ്പം എൻ്റെ കല്യാണത്തിനൊക്കെയാണ് ഉമ്മക്ക് സിങ്ക് കിട്ടിയത്, അതുവരെ അമ്മ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മോറല്. അപ്പോൾ നമ്മൾ ചെമ്പിലൊക്കെ വെള്ളം നിറച്ചിക്കണേ, ഇനി ഒരു ചെമ്പിലും കൂടി വെള്ളം നിറച്ചും വെള്ളം നിറക്കണം. എന്നിട്ട് ഒന്നിലും ഒരക്കും ഒന്നിലും ഒലുമ്പും അങ്ങനെയൊക്കെയാണല്ലോ. ഉമ്മ വെള്ളം കൊണ്ടുവരാൻ പോയിക്കണേ. അപ്പം നമ്മൾ പാത്രമൊക്കെ ഒന്ന് മൂറി ഈ ഭാഗത്തുനിന്ന് പോവുക കേട്ടോ, ചൂടുകൊണ്ട് വെച്ചാൽ. പണിയൊക്കെ കഴിഞ്ഞിട്ടോ, പാത്രം മുറലൊക്കെ കഴിഞ്ഞ് തെങ്ങിന് നല്ല ഉഷാറായി. പാത്രം മുറിന വെള്ളമൊക്കെ കിട്ടും. അപ്പോൾ പാത്രം മുറലൊക്കെ കഴിഞ്ഞ് പാത്രത്തിനൊക്കെ നമ്മൾ ഇതിലിട്ട് പൂട്ടിട്ടോ, ഇല്ലേ പിന്നെ പൂച്ചയൊക്കെ വന്നാലോ തട്ടി മറിച്ച്. ഇതൊക്കെ അകത്ത് കൊണ്ടുപോകാനുള്ള കേട്ടോ, ചോറൊക്കെ ബാക്കിയുള്ളതാണ്. അതിന് പണിക്കാർ പോയിട്ട് അകത്ത് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കൊതുക്കി വെച്ചിട്ടോ. പിന്നെ ഇത് അകത്ത് കൊണ്ടുപോകാനുള്ള കേട്ടോ, മസാലപ്പൊടിയും കാര്യമൊക്കെയാണ്. പിന്നെ നമ്മൾ അടുപ്പിനൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പുറത്തിട്ട് അടുപ്പൊക്കെ എന്താവും അറിയില്ല, പുതിയ അടുപ്പൊക്കെ കേടൊരു ആവും. സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് അതിന് കുട്ടീനെയൊക്കെ കുളിപ്പിച്ച് ഔത്ത് കയറ്റണം. അങ്ങനത്തെ പിന്നെ നമ്മൾ പണിക്കാരൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പണിക്കാരൊക്കെ പോയാരെ പിന്നെ ഒഴിവ് കിട്ടിയില്ല. പിന്നെ നമ്മൾ അടിച്ചൽ തുടക്കൽ തിരുമ്പലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ ഫുള്ള് ആ പണിയിലങ്ങനെ പോയി. അടിച്ചേരി തുടക്കാതെ നമുക്ക് ഉള്ളിൽ നിൽക്കാനും പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ നിൽക്കണ പെരയായതുകൊണ്ട് ഡെയിലി അടിച്ചേരി തുടക്കും വേണം, പിറ്റേന്ന് പോലും വരും പണിയെടുക്കും. അങ്ങനെ കേട്ടോ ഇപ്പം നടക്കണത്. അടിച്ചേരി തുടക്കാതെ നിൽക്കാനും വെച്ചാൽ കണ്ട ഇവിടെയൊക്കെ ഞങ്ങൾ അടിച്ചേരി തുടച്ചു, ആകെ അടിച്ചേരി തുടച്ചിട്ടോ. അടുക്കളയെന്ന് ഒട്ടിച്ചത്, അവിടെ എല്ലാത്തോടൊക്കെ അടിച്ചേരി തുടച്ച്. പിന്നെ അവിടെ വല്ലാത്ത ക്ഷീണം കുഴക്കട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ കടന്ന് ഇപ്പോഴാണ് പിന്നെ നീച്ചുന്നത് കേട്ടോ. വൈകുന്നേരം 6 മണിയൊക്കെ ആയി അപ്പോഴാണ് കേട്ടോ നീച്ചുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മളെ അടുപ്പിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ മുറ്റത്ത് കൊണ്ടുവച്ച പാത്രം കൈകലും കുറേ കാലത്തിന് ശേഷം കേട്ടോ, 5 വർഷത്തിന് ശേഷം. ഇമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ കൈകലൊക്കെ. പക്ഷേ ഇപ്പോൾ 5 വർഷത്തിന് ശേഷം പിന്നെ വീണ്ടും കേൾക്കണത് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഫുള്ള് കാരിക്കുടുക്കയും പാത്രം കേട്ടോ, അടുപ്പത്തിങ്ങ വെക്കണതിനോട് ഫുള്ള് കാരി കേട്ടോ. അങ്ങനെ നല്ല ഒരു വേറൊരു ഇത് ഒക്കെ മുറ്റത്തൊക്കെ ഇറങ്ങി. അപ്പം ഇനിയും ഉണ്ട് കേട്ടോ പണി. ഇന്നത്തെ പണിയാണ് തീർന്നത്. ഇനി നാളെ വരെയൊക്കെ കരുതുന്നുണ്ട്. ഇനി ആ റൂമൊക്കെ ഫുള്ളായിട്ട് വിരിക്കാണ്ട്, പിന്നെ കോണിമ്മൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെയൊക്കെ കല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ.
മുറ്റം മുഴുവൻ നമ്മളെ സാധനം കേട്ടോ, പണിക്കാരെ സാധനങ്ങളൊക്കെ കേട്ടോ, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് കിടക്കാട്ടോ. അതൊക്കെ നമുക്ക് റെഡിയാക്കണം ഇൻഷാ അല്ലാ. ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് സെറ്റാക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഹോം ടൂർ ഇടും കേട്ടോ. ഹോം ടൂർ ഇടും കേട്ടോ, ഫുള്ള് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ടാറ്റ ബൈ ബൈ.